മലയാളികൾ ഇങ്ങനെയാണോ? ദുർഗ എന്ന് പറഞ്ഞൊരു ചേച്ചിയൊക്കെ മെസ്സേജ് വേറൊരു ചേട്ടൻ വന്നിട്ട് ഡെയിലി വീഡിയോ ഇട്ടാൽ മതി കേട്ടോ എന്നൊക്കെ. ഞാനിപ്പോൾ യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ട് ഓൾമോസ്റ്റ് 1 വീക്ക് ആകാൻ വേണ്ടി പോവാണ്. നോട്ട് ഈവൻ ഫിനിഷ് 1 വീക്ക്, ബട്ട് ലാസ്റ്റ് സൺഡേ ആണ് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്, എൻ്റെ ഫസ്റ്റ് വീഡിയോ. പക്ഷേ I was literally like wondered, like, you know, I just started my YouTube channel as a very beginner because എനിക്ക് അതിന് മുന്നേ സോഷ്യൽ മീഡിയയിലൂടെ വീഡിയോ ഇട്ടിട്ടോ അങ്ങനെ ഒരു രീതിയിൽ എനിക്ക് ഒരു എക്സ്പീരിയൻസും ഇല്ലാത്ത ഒരാളാണ് ഞാൻ. എൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞു വേണ്ടി ഞാൻ ചെയ്ത ഒരു വീഡിയോ ആയിരുന്നു അത്. ആൻഡ് വാട്ട് ഹാപ്പൻഡ് ആഫ്റ്റർ ദാറ്റ്, എനിക്ക് ഇപ്പോൾ 23 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ആൻഡ് ഐ ഏൺ ദിസ് സബ്സ്ക്രൈബേഴ്സ് ഫ്രം മൈ ഫസ്റ്റ് വീഡിയോ. അത് ഞാനൊരു 10 മിനിറ്റ്സിലൊരു വീഡിയോ ആയിരുന്നു. എനിക്കറിയത്തില്ല ഞാൻ എന്താ ചെയ്യേണ്ടത്, എങ്ങനെ എൻ്റെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യണം, എന്ത് കൈൻഡ് ഓഫ് കോണ്ടൻറ്റ്സ് ആണ് ഞാൻ അപ്ലോഡ് ചെയ്യേണ്ടത്, അങ്ങനെ ഒരു ഐഡിയ എനിക്കില്ല. പക്ഷേ എനിക്ക് കിട്ടിയ സപ്പോർട്ട്, അതിൽ 1-2 പേര് ലൈക്ക് ഐ ഗോട്ട് എ വെരി ഫ്യൂ കമൻറ്റ്സ്, ബട്ട് സ്റ്റിൽ ആ കമൻറ്റ്സ് ചെയ്യാൻ ഇപ്പോൾ ഒരു പുതിയ ഒരാൾ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ മലയാളികൾ ലൈക്ക് ഈ ഓഡിയൻസ് തരുന്ന സപ്പോർട്ട്, ലൈക്ക് ഞാനും ഇതുപോലെ ഇപ്പോൾ യൂട്യൂബിലൊക്കെ ഞാൻ കയറുന്നുണ്ടെങ്കിൽ ഞാനൊരു റാൻഡം വീഡിയോസ് എന്തെങ്കിലുമൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നത് വളരെ കുറവാണ്. ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ഇപ്പം എനിക്ക് ഏതെങ്കിലും ഒരു സബ്സ്ക്രൈബ് ലൈക്ക് ഞാൻ ഈ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആരെങ്കിലും ഒരു വീഡിയോ എന്തെങ്കിലുമൊക്കെ കാണാൻ വേണ്ടിയിട്ടായിരിക്കും ഞാൻ വരിക. ചില സമയത്തൊക്കെ ഞാനിങ്ങനെ കയറുമ്പോൾ എൻ്റെ മെയിൻ ഫീഡിലൊക്കെ പുതിയ ആൾക്കാരെ വീഡിയോസൊക്കെ ഞാനിങ്ങനെ വന്ന് കിടക്കുമ്പോൾ ഞാനത് ഓപ്പൺ ചെയ്ത് നോക്കത്തുകൂടിയില്ല. ബിക്കോസ് ഐ വാസ് ബിസി ഡൂയിങ് സംതിങ് ലൈക്ക് എന്തെങ്കിലുമൊക്കെ കൊണ്ട് ഞാൻ നോക്കാറില്ല. പക്ഷെ എന്നാലും ഞാൻ കാർത്തിക് സൂര്യ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ലൈക്ക് വെൻ ഹി ഗോട്ട് 100 സബ്സ്ക്രൈബേഴ്സ്, ആ ഒരു സമയത്ത് ഞാൻ യൂട്യൂബിൽ പുള്ളിക്കാരൻ്റെ വീഡിയോസ് കാണാൻ തുടങ്ങി ഫോർ ദ വെരി ബിഗിനിങ്. പിന്നെ തനി മലയാളി പുള്ളിക്കാരിയും 50 സബ്സ്ക്രൈബർ ആയ സമയത്തൊക്കെ ആളൊരു പെണ്ണ് കാണൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഞാൻ ആളൊരു സബ്സ്ക്രൈബർ ആയിരുന്നു. ബട്ട് ഇപ്പം അങ്ങനെ എനിക്ക് ഞാൻ വർക്ക് ചെയ്യുന്നതാണ്. സോ ഞാൻ വരുന്ന സമയത്തിനൊരു ടൈം ആകും. സോ അപ്പം ഞാനിങ്ങനെ ഒരു പുതിയൊരു കോണ്ടൻറ്റ്സ് ഒന്നും കാണുന്ന ആ ഒരു മൈൻഡ് സെറ്റ് അല്ലേ എൻ്റെ ഇപ്പോൾ. പക്ഷേ ഒരു പുതിയൊരാൾ വരുന്ന സമയത്ത് നിങ്ങൾ തന്ന സപ്പോർട്ട് അതെനിക്ക് ശരിക്കും നല്ലപോലെ മോട്ടിവേറ്റായി. കാരണം ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. ബിക്കോസ് എനിക്കറിയില്ല ഞാൻ എന്താ സംസാരിക്കുന്നതെന്ന് കൂടി ആദ്യം. പക്ഷേ ആ സമയത്ത് എനിക്ക് കിട്ടിയ ആ ഒരു സപ്പോർട്ടും ഈ പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക, ഒരു മോട്ടിവേറ്റഡ് ആയത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലൊരു ദുർഗ എന്ന് പറഞ്ഞൊരു ചേച്ചിയൊക്കെ മെസ്സേജ് പുള്ളിക്കാരിയൊക്കെ പറഞ്ഞു ഫുൾ സപ്പോർട്ട് ഉണ്ടാകുന്നൊക്കെ പറഞ്ഞാൽ നമ്മളിങ്ങനെ അയ്യോ ഇതെന്താ സംഭവിക്കുന്നത്. ഇപ്പം ഞാനൊരു വീഡിയോ ഇട്ടപ്പോൾ തന്നെ എനിക്കിങ്ങനെ റെസ്പോൺസ്, പിന്നെ ഒരു ആൾ വന്നിട്ട് എനിക്ക് പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട 2-3 കാര്യങ്ങളൊക്കെ ആൾ എനിക്കൊരു സജഷൻ തന്നു. പിന്നെ വേറൊരു ചേട്ടൻ വന്നിട്ട് ഡെയിലി വീഡിയോ ഇട്ടാൽ മതി കേട്ടോ എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ലിറ്ററലി ഐ വാസ് ലൈക്ക് ഓ മൈ ഗോഡ്. അത് എങ്ങനെ പറയുന്നതല്ല, കാരണം ഇത്രയും നല്ല മനുഷ്യർ, കാരണം ഒരാൾ അയാളുടെ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിനൊരു സപ്പോർട്ടായിട്ട് ആൾക്കാർ വരിക. ലിറ്ററലി മലയാളികൾ ഇങ്ങനെയാണോ? ഇങ്ങനെയാണ്. ദേ ആർ ജസ്റ്റ് ലൈക്ക് യുനോ ജെംസ്, യുനോ ഇങ്ങനെയാണ്. ദേ ആർ ജസ്റ്റ് ലൈക്ക് യുനോ ജെംസ്, യുനോ. കാരണം ഇങ്ങനെയൊക്കെ ഒരു രീതിയിൽ നമുക്കൊരു സപ്പോർട്ട് കിട്ടുന്ന സമയത്ത് എന്താ പറയുക, നമുക്ക് കിട്ടുന്ന ഒരു മോട്ടിവേഷനും അതിനുശേഷം നമുക്ക് ചെയ്യാൻ കിട്ടുന്ന ഒരു പോസിറ്റീവ് ഒരു എന്താ പറയുക, അത് ഭയങ്കരമാണ്. ഇപ്പം എനിക്കിപ്പം സാറ്റർഡേ സൺഡേ ഓഫാണ്, വർക്കില്ല. സോ ആ സമയത്ത് ഞാനിങ്ങനെ വീഡിയോ എടുത്ത് വെക്കാം. ലൈക്ക് ഇപ്പം എനിക്ക് തോന്നി തുടങ്ങി ഓക്കെ പീപ്പിൾ ആർ വാച്ചിങ് ആൻഡ് ഐ ക്യാൻ ഡു ബെറ്റർ എന്നൊക്കെ ഉള്ളത്. ഇത് ബിഗിനിങ് മാത്രമാണ് ഇതെൻ്റെ സെക്കൻഡ് വീഡിയോ ആണ്. അപ്പോൾ എനിക്ക് ആദ്യം എന്തൊക്കെ കോണ്ടൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ബിഫോർ സ്റ്റാർട്ടിങ് എവറിത്തിങ് ഐ ജസ്റ്റ് തോട്ട് ലൈക്ക് ടു സേ താങ്ക് യു ടു എവ്രിബഡി ഹു വാച്ച് മൈ വീഡിയോ, ഹു സപ്പോർട്ടഡ് മീ, ഹു സബ്സ്ക്രൈബ് മൈ ചാനൽ. സോ വിച്ച് ഈസ് ലൈക്ക് യുനോ ഇറ്റ്സ് നോട്ട് എ സിമ്പിൾ തിങ് ബിക്കോസ് അപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ എനിക്ക് നിങ്ങളുടെ മുന്നിൽ ഇപ്പം എൻ്റെ ഫാമിലി എനിക്ക് ഫീൽ ബിക്കോസ് അതായത് ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് ഞാൻ സംസാരിക്കുന്നതിനെ പറയും
ഇത്രയും ആൾക്കാർ ഇതിന് സബ്സ്ക്രൈബ്, അവർക്ക് വേണ്ടി നീ വീഡിയോ ചെയ്യുക. ഐ ഡോണ്ട് നോ വാട്ട് കൈൻഡ് ഓഫ് വീഡിയോ ദാറ്റ് പീപ്പിൾ വോണ്ട് ടു വാച്ച്. സോ ബട്ട് സ്റ്റിൽ എനിക്ക് ജെന്യുവിനായി ലൈക്ക് എന്താ പറയുക, എന്നെക്കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, ലൈക്ക് ഡേ ഇൻ മൈ ലൈഫ് അല്ലെങ്കിൽ ബ്യൂട്ടി കോണ്ടൻറ്റ്സ് അല്ലെങ്കിൽ ട്രാവൽ വ്ലോഗ്സ്, ഇങ്ങനെയൊക്കെ ഒരു മിക്സ്ഡ് ആയിട്ട് ഞാൻ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. ഏതെങ്കിലും രീതിയിലുള്ള സജഷൻസ് ഇനിയും ലൈക്ക് വാട്ട് കൈൻഡ് ഓഫ് വീഡിയോസ് ദാറ്റ് ഐ ക്യാൻ ക്രിയേറ്റ് എന്നുള്ളത് എനിക്ക് സജഷൻ പറയുകയാണെങ്കിൽ ഞാൻ ഹാപ്പിയാണ്. അതൊക്കെ ഞാൻ അക്സെപ്റ്റ് ചെയ്യും. ബിക്കോസ് ഒരുപാട് ഫ്ലോസ് ഒക്കെ ഉണ്ടാവും. ബട്ട് സ്റ്റിൽ ഐ ട്രൈ മൈ best to create. And thank you so much. എത്ര താങ്ക്സ് പറയണമെന്ന് അറിയില്ല. കാരണം ഓരോ സമയം ഞാനിങ്ങനെ നോക്കുമ്പോൾ ആൾക്കാരെ കൊമൻസും ലൈക്സും ഒക്കെ കാണുമ്പോൾ ഐ വാസ് ലൈക്ക് ഓ മൈ ഗോഡ്, ഒന്നുമില്ല, ഞാൻ ഒന്നും പറയാത്തൊരു വീഡിയോന് എനിക്ക് കിട്ടിയ സപ്പോർട്ട് കാണുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമാണ്. എന്ത് പറയണമെന്ന് അറിയത്തില്ല, അത്ര ഹാപ്പിയാണ് ഞാൻ. അപ്പം താങ്ക് യു സോ മച്ച് ഫോർ ദ സപ്പോർട്ട്. ഞാൻ എപ്പോഴും നിങ്ങൾ ഓർക്കും. എൻ്റെ ഫസ്റ്റ് വീഡിയോന് എൻ്റെ ജേണീൻ്റെ എന്താ പറയുക ബിഗിനിങ്ങിൽ ഉണ്ടായ ആൾക്കാരൊക്കെ എൻ്റെ ലൈഫിൽ എനിക്ക് എന്ന് വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ആളാണ്. സോ ഐ വിൽ ട്രൈ ലൈക്ക് എല്ലാവരും പറഞ്ഞ പോലെ നിന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ പോലെ ഞാനൊരു 6 month കണ്ടിന്യൂസ് നോക്കും. എന്നിട്ട് ഞാനിതിൽ കംഫർട്ടാണോ ലൈക്ക് അല്ലെങ്കിൽ ഞാൻ ഹാപ്പിയാണോ എന്ന് ഞാൻ നോക്കി, ഹാപ്പി ആണെങ്കിൽ ഞാൻ കണ്ടിന്യൂ ചെയ്യും, ഇല്ലാന്നാണെങ്കിൽ ഞാൻ ഡ്രോപ്പ് ചെയ്യും. ദിസ് ഇസ് മൈ പ്ലാൻ ആക്ച്വലി. So once again, thank you so much and thanks for watching my video. If you like my video, if you want to support my journey, please do subscribe and പിന്നെ എന്ത് പറയല്ലോ ബെല്ലൈക്കണോ അങ്ങനെ എന്തൊക്കെയാണോ പരിപാടി അതൊക്കെ ചെയ്യുക. And bye.